കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻജിയോസ്പേംസിന്റെ ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ആൻജിയോസ്പേംസിന്റെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. സാധാരണ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കേണ്ട സ്ഥലത്ത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അഥവാ ആൻജിയോസ്പേംസിൽ എത്ര തവണ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്? 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഒന്നുകൂടെ പറയുന്നു എന്നേ ഉള്ളൂ. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഏതൊക്കെയാണ്? സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും അല്ലെ. ഡബിൾ ഫെർട്ടിലൈസേഷനിലെ 2 പ്രധാനപ്പെട്ട ഇവന്റുകളാണ് സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും. സിംഗമിയാണ് യഥാർത്ഥത്തിലുള്ള ഫെർട്ടിലൈസേഷൻ. മെയിലും ഫീമെയിലും ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിംഗമി അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ മറ്റൊരു മെയിൽ ഗ്യാമീറ്റ് കൂടെ ഏതിലുണ്ടായിരുന്നു? ആൻജിയോസ്പേംസിൽ ഉണ്ടാവാറുണ്ട്. സാധാരണ 2 മെയിൽ ഗ്യാമീറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ മെയിൽ ഗ്യാമീറ്റ് എൻഡോസ്പേം ഫോർമേഷന് വേണ്ടിയിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ് ഉണ്ട് അല്ലെ. സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ആ പ്രോസസ്സിനെ നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് വിളിച്ചത്. ഇങ്ങനെ 2 തരത്തിലുള്ള ഫെർട്ടിലൈസേഷനും ചേർന്നാണ് ആൻജിയോസ്പേംസിന്റെ ഫെർട്ടിലൈസേഷൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫെർട്ടിലൈസേഷന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കാനുള്ളത്. ഫെർട്ടിലൈസേഷന് ശേഷം എന്തുണ്ടാവണം? എംബ്രിയോ ഉണ്ടാവണം. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഒരു എംബ്രിയോ ഉണ്ടാവണം അല്ലെ. സൈഗോട്ട് അഥവാ സിക്താണ്ഡം വളർന്ന് ഒരു എംബ്രിയോ ഉണ്ടാവണം. എംബ്രിയോ എവിടെ ഉണ്ടാവണം? വെറുതെ എംബ്രിയോ തുറന്നിരുന്നാൽ മതിയോ? അല്ല, എംബ്രിയോയ്ക്ക് വേണ്ട പ്രൊട്ടക്ഷൻ വേണം അല്ലെ. അതിന് നമ്മൾ സീഡ് എന്ന് വിളിക്കും. എംബ്രിയോയ്ക്ക് വേണ്ട പ്രൊട്ടക്ഷനോട് കൂടിയ ആ ഒരു സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് സീഡ്. ഇതിനും സീഡ് ഇങ്ങനെ നേക്കഡ് ആയിട്ട് ഇരുന്നാൽ മതിയോ? പോരാ. എന്താണ് ആൻജിയോസ്പേംസിന്റെ പ്രത്യേകത? പേരിൽ തന്നെ ഉണ്ടല്ലേ, ആൻജിയോസ്പേംസ്. സ്പെർമ മീൻസ് സീഡ്സ്, ആൻജിയോ മീൻസ് ഹൈഡഡ്. ഒളിച്ചു വെച്ചിരിക്കുന്ന സീഡാണ് ആൻജിയോസ്പേംസിനുള്ളത്. ജിംനോസ്പേംസിനാണെങ്കിൽ തുറന്നിരിക്കുന്ന സീഡാണുള്ളത് അല്ലെ. അതിന് ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല. അതേസമയം ആൻജിയോസ്പേംസിന് എന്തുണ്ട്? സീഡിനെ കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ കൂടിയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രൂട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് നടക്കാനുള്ള ഇവന്റുകൾ. അതൊക്കെ ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഇനി ഫ്ലവർ. ഒരു ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സിംഗമി അഥവാ സൈഗോട്ടിന്റെ ഫോർമേഷൻ. ഈ കാണിച്ചിരിക്കുന്നതാണ് സൈഗോട്ട്. ഇതാണ് സൈഗോട്ട് കേട്ടോ. എങ്ങനെയാണ് സൈഗോട്ട് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയാലോ. എഗ് ആണ് സൈഗോട്ടായി മാറിയത്. എഗ് എങ്ങനെ സൈഗോട്ടായി മാറി? എഗ് പ്ലസ് മെയിൽ ഗ്യാമീറ്റ്. ഒരു മെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എഗ് എന്തായി മാറിയത്? സൈഗോട്ടായിട്ട് മാറിയതെന്ന് നമുക്കറിയാം അല്ലെ. അതേപോലെ നടുക്കിലൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, 3 ന്യൂക്ലിയസ് ചേർന്ന സ്ട്രക്ചർ. അതിനെന്താ വിളിക്കുക? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അതെങ്ങനെയാണ് ഉണ്ടായത്? ട്രിപ്പിൾ ഫ്യൂഷൻ വഴി അല്ലെ. മെയിൽ ഗ്യാമീറ്റും അതേപോലെ തന്നെ സെക്കൻഡറി ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടായത്? സെക്കൻഡറി ന്യൂക്ലിയസും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടായത്? ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടായത്. ഈ 2 പ്രോസസ്സുകളെയും കൂടിയിട്ടാണ് നമ്മൾ നേരത്തെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചത്. എന്തായാലും സൈഗോട്ടിന്റെ ഫോർമേഷൻ കഴിഞ്ഞാൽ, സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എതളുകളും വിതളകളൊക്കെ പൊഴിഞ്ഞു വീഴാൻ തുടങ്ങും. ചില ചെടികളിലെ വിതളങ്ങൾ പൊഴിഞ്ഞു വീഴാതെ നിൽക്കുന്നുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ തക്കാളിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തക്കാളിയിലേക്ക് വിതളങ്ങള് കാലിക്സ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും അല്ലെ. പഴമായാലും തക്കാളി ഫ്രൂട്ടായി കഴിഞ്ഞാലും എന്തുണ്ടാവും? അതിന്റെ കാലിക്സ് ഒക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. ചിലതില് അതും കൂടെ പൊഴിഞ്ഞു വീഴുമ്പോൾ. കാരണം ഇനി അതിനൊന്നും പ്രത്യേകിച്ച് ഫംഗ്ഷൻസ് ഇല്ല. ഇനി ഫംഗ്ഷൻസ് ഉള്ളത് എന്തിനാണ്? ഗൈനീഷ്യത്തിന് മാത്രമാണ്. ആംബ്രീഷ്യം അടക്കമുള്ള ബാക്കി എല്ലാ വേൾഡ്സും എലിമിനേറ്റ് ആയി പോവും. അവസാനം അവശേഷിക്കുന്നത് എന്ത് മാത്രമായിരിക്കും? ഗൈനീഷ്യം മാത്രമായിരിക്കും. ഗൈനീഷ്യത്തില് 3 പാർട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. കാർപ്പൽസില് 3 പാർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി അല്ലെ. ഇതില് സ്റ്റിഗ്മയ്ക്കും സ്റ്റൈലിനും ഇനി കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല. അതും ക്രമേണ ഡീഗ്രേഡ് ചെയ്ത് തുടങ്ങുന്നു. പിന്നെ സർവൈവ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഓവറി. ഗൈനീഷ്യത്തിന്റെ, കാർപ്പലിന്റെ, പിസ്റ്റിലിന്റെ ഓവറി മാത്രമാണ് സർവൈവ് ചെയ്യുന്നത്. ഈ ഓവറിയും ഓവറിയുടെ ഉള്ളിലുള്ള ഓവ്യൂളും അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓവ്യൂൾ അങ്ങനെ തന്നെ നിൽക്കുകയല്ല ചെയ്യുന്നത്. ഓവ്യൂൾ സീഡായിട്ട് മാറുന്നു. ഓവ്യൂളിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഓർമ്മയുണ്ടല്ലോ അല്ലെ, മെഗാസ്പൊറാഞ്ചിയം. ഓവറിയുടെ ഉള്ളിൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് ഓവ്യുലന്റ് ഇന്റഗ്മെന്റ്സ്, ന്യൂസെല്ലസ്, അതുപോലെ തന്നെ ചെലാസ, മൈക്രോബൈൽ, എംബ്രിയോസാക്, ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന സ്ട്രക്ചറാണ് ഓവ്യൂൾ അഥവാ മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയം എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറി എന്തായിട്ട് മാറും? ഈ കാണുന്ന പുറമെയുള്ള ഭാഗം എന്തായിട്ട് മാറും? ഫ്രൂട്ട് ആയിട്ട് മാറും. പിന്നെ എന്താണ് ഉണ്ടാവാനുള്ളത്? ഈ
സൈഗോട്ട് ഉണ്ടായിരുന്നു അല്ലെ. സൈഗോട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറണം. പിന്നെ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? PEC. എന്താണ് PEC? PEN എന്താണെന്ന് നമുക്കറിയാം അല്ലെ. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അങ്ങനെയാണെങ്കിൽ PEC എന്തായിരിക്കും? പ്രൈമറി എൻഡോസ്പേം സെൽ. ഈ ഒരു സെല്ലില്ലേ, വലിയ സെല്ല്, ഈ സെല്ലിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി എൻഡോസ്പേം സെൽ. എംബ്രിയോസാക്കിന്റെ ഔട്ടർ ലെയർ, ഇതാണ് പ്രൈമറി എൻഡോസ്പേം സെൽ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡിഗ്രേഡ് ചെയ്യും. ആന്റിബോഡീസ് നശിച്ചു പോവും, സൈനർജിക്സും പോവും. പിന്നെ അവിടെ സർവൈവ് ചെയ്യുന്ന രണ്ട് പ്രധാന സെല്ലുകളാണ് ഉണ്ടായിരിക്കുക. ഒന്ന് PEN ഉം മറ്റൊന്ന് സൈഗോട്ടും. ഈ രണ്ട് സെല്ലുകൾക്കും വിഭജനം നടക്കും. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് അതൊരു എംബ്രിയോ ആയിട്ട് മാറും. മെച്യൂർ ആയിട്ടുള്ള ഒരു എംബ്രിയോ ആകുന്നതിന് മുൻപ് തന്നെ എന്തിന്റെ ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും? ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന് കുറെ അധികം തവണ ഡിവിഷൻ നടക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇത്രയൊക്കെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ള ഇവന്റുകൾ. ഓവറി ബിക്കംസ് ഫ്രൂട്ട്, ഓവ്യൂൾ ബിക്കംസ് സീഡ്സ്, zygote develops into an embryo, primary endosperm cell becomes an endosperm. അപ്പൊ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് ആദ്യം ഏതിന്റെ ഡെവലപ്മെന്റ് ആണ് ആദ്യം നടക്കേണ്ടത്? എംബ്രിയോ ആണോ എൻഡോസ്പേമിന്റെ ആണോ? എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാകും എംബ്രിയോയുടെ ആണോ എൻഡോസ്പേമിന്റെ ആണോ ഡെവലപ്മെന്റ് ആദ്യം നടക്കേണ്ടതെന്ന്. ആൻജിയോസ്പേംസിൽ മാത്രമാണല്ലോ ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ടിഷ്യൂ കാണുന്നത്. അപ്പൊ ഈ എൻഡോസ്പേമിന്റെ ധർമ്മം, ഫംഗ്ഷൻ എന്ന് പറയുന്നത് നറിഷിംഗ് ഡെവലപ്പിംഗ് എംബ്രിയോ എന്നാണ്. ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോക്ക് വേണ്ട ന്യൂട്രിയൻസ്, വളർന്നു വരുന്ന ആ കുഞ്ഞ് ഭ്രൂണുണ്ടല്ലോ എംബ്രിയോ, അതിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ. എൻഡോസ്പേം സെല്ലുകളിലൊക്കെ നിറയെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആയിരിക്കും. ആർക്ക് വേണ്ടിയാണ് അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എംബ്രിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം ആര് വളർന്നിരിക്കണം? അമ്മയാണോ കുട്ടിയാണോ ആദ്യം ഉണ്ടാവുക? അമ്മയാണ് അല്ലെ. കാരണം കുട്ടിക്ക് വേണ്ടി നറിഷ്മെന്റ് കൊടുക്കേണ്ടത് അമ്മയാണ്. അതേപോലെ എൻഡോസ്പേം ആണ് ഇവിടെ എംബ്രിയോയ്ക്ക് വേണ്ട എല്ലാ നറിഷ്മെന്റും കൊടുക്കേണ്ടത്. അതുകൊണ്ട് എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് ആണ് ആദ്യം നടക്കുക. അപ്പൊ നമുക്ക് ആദ്യം എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് പഠിക്കാം. എൻഡോസ്പേം എങ്ങനെയാ? എന്താണ് എൻഡോസ്പേം? എൻഡോസ്പേം എന്താണ്? എൻഡോസ്പേം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും അതിരിക്കുന്ന പ്രൈമറി എൻഡോസ്പേം സെല്ലും ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് എൻഡോസ്പേം അല്ലെ. എത്രയാണ് ഉണ്ടാവേണ്ടത്? എൻഡോസ്പേമിന്റെ പ്ലോയിഡി ട്രിപ്ലോയിഡ് ആണ്. കാരണം PN ഉണ്ടായിരിക്കുന്നത് ഒരു മെയിൽ ഗ്യാമീറ്റും സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെ. സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ട് ന്യൂക്ലിയസുകളുണ്ട്. ഒരു ഹാപ്ലോയിഡും ഒരു ഡിപ്ലോയിഡും ന്യൂക്ലിയസുകൾ ചേർന്നിട്ടാണ് PN ഉണ്ടായത്. അത് ട്രിപ്ലോയിഡ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എൻഡോസ്പേമിലെ എല്ലാ ന്യൂക്ലിയസുകളും എങ്ങനെയായിരിക്കും? ട്രിപ്ലോയിഡ് ആണ്. മനസ്സിലായില്ലേ? എൻഡോസ്പേമിന്റെ പ്ലോയിഡ് പ്രത്യേകമായിട്ടൊന്ന് ഓർമ്മിച്ചിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് ഇപ്പൊ ചോദിക്കാറുണ്ട്. PECയുടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ്? ട്രിപ്ലോയിഡ് ആണ്. അപ്പൊ അങ്ങനെ എൻഡോസ്പേം ഉണ്ടായി. പെട്ടെന്നുണ്ടാവോ? ഇല്ല. എൻഡോസ്പേം എവിടെയായിരിക്കുന്നത്? എംബ്രിയോസാക്കിനകത്ത് അല്ലെ. ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു സൈഗോട്ട് ഇരിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇതാണ് സൈഗോട്ട്. അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. 3 സെറ്റ് ക്രോമസോമുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇത് ഡിവിഷൻ നടക്കുന്നു. ഇതേപോലെയുള്ള കുറെ അധികം ന്യൂക്ലിയസുകളായിട്ട് അത് വിഭജിക്കും. അപ്പൊ സംശയങ്ങളൊന്നുമില്ലേ? സാധാരണ സെൽ ഡിവിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. മൈറ്റോസിസ്. മൈറ്റോസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കണം? സെൽ വോളിന്റെ ഫോർമേഷൻ നടക്കണം അല്ലെ. ഇവിടെ ഞാൻ സെൽ വോൾ വരച്ചോ? ഇല്ല. അപ്പൊ ഇനീഷ്യൽ ഡെവലപ്മെന്റ്, എൻഡോസ്പേമിന്റെ ഇനീഷ്യൽ ഡെവലപ്മെന്റ് സെൽ വോൾ നടക്കുന്നില്ല. സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നില്ല. ഇനീഷ്യൽ ഡെവലപ്മെന്റില് സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നില്ല. ഫ്രീ ന്യൂക്ലിയർ ആയിട്ടുള്ള എൻഡോസ്പേം ആണ് ഉണ്ടാവുന്നത്. ലിക്വിഡ് ആയിട്ടുള്ള ഫ്രീ ന്യൂക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് പ്രൈമറി എൻഡോസ്പേം സെല്ലിനകത്ത് ധാരാളം ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഇങ്ങനെ ഒഴുകി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ലിക്വിഡ് എൻഡോസ്പേം. നമ്മുടെ കരിക്കുമ്പോഴൊക്കെ ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ. കരിക്കിന്റെ ഉള്ളിൽ ഒരു എംബ്രിയോ ഉണ്ടായിരിക്കും. എംബ്രിയോന്റെ സറൗണ്ട് ചെയ്യുന്ന ആദ്യം മച്ചിങ്ങയുടെ ഉള്ളിൽ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അത് മെച്യൂർ ആവുന്ന സമയത്താണ് സൈഡിൽ ഇങ്ങനെ കുറച്ചീശ കരിക്ക് ഡെവലപ്മെന്റ് നടക്കുക. കരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള കളറിലുള്ള കാമ്പ് കുറച്ചീശ് ആദ്യം വഴുവഴുപ്പുള്ള ഒരു മ്യൂക്കസ് പോലെയാണ് ഉണ്ടാവുക. പിന്നീട് അത് കട്ടിയുള്ള കേണലായിട്ട്
ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുന്നത് സെല്ലുലാർ ആയിട്ടുള്ള എൻഡോസ്പോം, സെല്ലുകളുള്ള ഒരു എൻഡോസ്പോം ആയിട്ട് പിന്നീടാണ് മാറും. അപ്പോഴും മുഴുവൻ തേങ്ങയുടെ ഉള്ളിലും കാമ്പ് കാണാറുണ്ടോ? ഇല്ലല്ലോ. തേങ്ങയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടാവില്ല എപ്പോഴും, എത്ര മെച്ചൂർ ആയാലും. അപ്പൊ അതാണ് പറയുന്നത് എന്താണ്, തേങ്ങയുടെ ഉള്ളിലുള്ള ഡെവലപ്മെന്റ് പാർഷ്യൽ ഡെവലപ്മെന്റ് ആണ്, ഫുൾ ആയിട്ടുള്ള എൻഡോസ്പോം ഫോർമേഷൻ നടക്കുന്നില്ല. പക്ഷെ ബാക്കിയുള്ളതിലെല്ലാം ഇതേപോലെ എങ്ങനെയല്ല, ഫുൾ ആയിട്ട് എൻഡോസ്പോം സെല്ലുലാർ ആയിട്ട് മാറും പിന്നീട്. അപ്പൊ ആദ്യം സെൽ വോൾ ഉണ്ടാവുന്നില്ലല്ലോ. പിന്നീട് സെൽ വോൾ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ചില സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് പെട്ടുപോകും, ചിലപ്പോൾ ചില സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് പെട്ടുപോകും, ചിലതിനകത്ത് 3 ന്യൂക്ലിയസ് പെട്ടുപോകും. സെൽ വോൾ ഫോർമേഷൻ പിന്നീട് നടക്കുന്നതുകൊണ്ടുള്ള ഒരു ദോഷമാണ്, അല്ലെങ്കിൽ ദോഷം എന്ന് പറയാനൊന്നുമില്ല. സെൽ വോൾ ഫോർമേഷൻ ഉണ്ടാവുന്നത് ലേറ്റർ ആയതുകൊണ്ട് ഓരോ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിന്റെ എണ്ണം വ്യത്യസ്തമായിരിക്കും. എൻഡോസ്പേമിന്റെ ഓരോ സെല്ലുകളുടെയും ഉള്ളിലുള്ള എണ്ണം, ന്യൂക്ലിയസിന്റെ എണ്ണം ഡിഫർ ചെയ്യും. 1, 2 or 3 ആയിരിക്കാം അതിനുള്ളിലുള്ള ന്യൂക്ലിയസിന്റെ എണ്ണം. എത്രയായാലും അത് ഓരോന്നും ട്രിപ്ലോയിഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള എൻഡോസ്പേം ഫോം ചെയ്തു. അപ്പൊ കോക്കനട്ടിന്റെ കേണല് സോളിഡ് ആയിട്ടുള്ള സെല്ലുലാർ എൻഡോസ്പേം ആണെന്ന് മനസ്സിലായി. കോക്കനട്ട് വാട്ടർ ലിക്വിഡ് എൻഡോസ്പേം ആണെന്ന് മനസ്സിലാക്കി. ഇങ്ങനെയാണ് എൻഡോസ്പേമിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഈ എൻഡോസ്പേം എല്ലാ ചെടികളിലും, എല്ലാ വിത്തുകൾ, എല്ലാ ഇതിലും കാണുന്നുണ്ട്. ഫ്രൂട്ട്സിന്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കപ്പലണ്ടി പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാണാറില്ല? കടല, പയർ, അതൊക്കെ നോക്കുമ്പോ എന്താ കാണാറില്ലേ? 2 കോട്ടിലിട്ട്, ഞാൻ പൊളിച്ചു വെച്ചതാണ് കേട്ടോ. കപ്പലണ്ടി പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടിലിട്ടുണ്ടാവും. ഇവിടെ ഒരു റാഡിക്കൽ പ്ലിമ്യൂൾ ഉള്ള ഒരു എംബ്രിയോ ഉണ്ടായിരിക്കും അല്ലെ? കോട്ടിലിഡൻസ്, ഒരു എംബ്രിയോ, ഇത്രേ ഭാഗമുള്ളൂ. പിന്നെ അവിടെ എംബ്രിയോ, എൻഡോസ്പേം എവിടെയതില്? എൻഡോസ്പേം ഉണ്ടായിരുന്നു തുടക്കത്തില്. ആ എൻഡോസ്പേമിന്ന് ന്യൂട്രീഷൻ മുഴുവൻ ആര് വലിച്ചെടുക്കും? കോട്ടിലിഡൻസും എംബ്രിയോയും വലിച്ചെടുക്കും. അങ്ങനെ എംബ്രിയോ വളർന്നു വരുമ്പോഴേക്കും എന്തുണ്ടാവില്ല? പിന്നെ എൻഡോസ്പേം അവിടെ തീർന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എൻഡോസ്പേം ഇല്ലാത്ത വിത്തുകളുണ്ട്. പീ, അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട്, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. പൾസസ് എല്ലാം അതിന് എക്സാമ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എൻഡോസ്പേം ഇല്ലാത്ത വിത്തുകളെ വിളിക്കുന്ന പേരാണ് നോൺ ആൽബുമിനസ്. നോൺ ആൽബുമിനസ് seeds. Seeds which do not have endosperm are known as non-albuminous seeds or non-endospermous seeds. ഇതിന്റെ ഓപ്പോസിറ്റ്, സീഡ്സ് എൻഡോസ്പേം ഉള്ള, തേങ്ങ പോലുള്ള എൻഡോസ്പേം ഉള്ള വിത്തുകളെ നമ്മൾ എന്ത് വിളിക്കേണ്ടി വരും? എൻഡോസ്പെർമസ് സീഡ്സ് ഓർ ആൽബുമിനസ് സീഡ്സ്. മനസ്സിലായില്ലേ? അപ്പൊ 2 തരത്തിലുള്ള വിത്തുകളുണ്ട്. എൻഡോസ്പേംസിന്റെ പ്രസൻസിനെ അല്ലെങ്കിൽ ആബ്സെൻസിനെ ബേസ് ചെയ്തിട്ട് നോൺ ആൽബുമിനസും ആൽബുമിനസ് സീഡ്സും. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയോ? ഇല്ല, ശരി തന്നെയാണ്. അപ്പൊ നോൺ ആൽബുമിനസിന് എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൽബുമിനസിന് എക്സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇനി വിക്ടേഴ്സ് ചാനലിൽ ടീച്ചർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ അറിയില്ല. റൈസ്, വീറ്റ്, നമ്മൾ കഴിക്കുന്ന ഗോതമ്പ്, അരി, ഗോതമ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതില് എൻഡോസ്പേം ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കണ്ടുപിടിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് അതിന്റെ ഉത്തരം? നമ്മൾ കഴിക്കുന്ന അരി എന്ന് പറയുന്ന ഭാഗം മുഴുവനായും എൻഡോസ്പേം ആണ്. അപ്പൊ നമ്മൾ എൻഡോസ്പേം കണ്ടിട്ടുണ്ട് കേട്ടോ. ട്രിപ്ലോയിഡ് ആയിട്ടുള്ള എൻഡോസ്പേം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. കോക്കനട്ടിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന അരി എവിടെ ഉണ്ടായത്? നെല്ലിന്റെ ഉള്ളിലാണ് ഉണ്ടായത് അല്ലെ? നെല്ലിന്റെ ഔട്ടർ കവറിംഗ് ആണ് ഞാനിപ്പോ വരച്ചിരിക്കുന്നത്. ഔട്ടർ കവറിംഗ് ഒക്കെ പൊളിഞ്ഞു പോവില്ലേ? നെല്ല് വേവിച്ച് അത് നമ്മള് എന്താ പറയാ, തിളപ്പിച്ച് ാണ് അതിന്റെ എടുക്കുന്നത് അല്ലെ? തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കഴിഞ്ഞ് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തുള്ള ഈ റൈസ് ബ്രാൻ എന്ന് പറയുന്ന തവിട് അത് പോവും. പിന്നെ ഉള്ളിലുണ്ടാവുക നെല്ല് മാത്രമാണ്. അതിന്റെ ഉള്ളിൽ ആദ്യം എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കുഞ്ഞ് എംബ്രിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ അരി എടുത്തു നോക്കുമ്പോ ഇതൊന്നും കാണില്ല. ഒരു ഭാഗത്ത് ഒരു ചെറിയ വെട്ട് കാണാം. ഒരു അരിമണി എടുത്തൊന്ന് സൂക്ഷിച്ചു നോക്കുക കേട്ടോ. ഒരു അരിമണി എടുത്ത് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഒരു ഭാഗത്ത് ചെറിയൊരു വെട്ട് പോലെ. ഈ ഭാഗത്താണ് പണ്ട് അതിന്റെ എന്തുണ്ടായിരുന്നത്? എംബ്രിയോ ഉണ്ടായിരുന്നത്. ആ എംബ്രിയോ നെല്ല് തിളപ്പിച്ച് കുത്തി വരുമ്പോഴേക്കും ഈ എംബ്രിയോ പോയിട്ടുണ്ടാവും. പിന്നെ എന്ത് മാത്രമാണ് പെർസിസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ നിൽക്കുന്ന സാധനമാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മള് എൻഡോസ്പേം ആണ് അരി ആയിട്ട് കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗോതമ്പിലും നമ്മൾ കഴിക്കുന്ന ഭാഗം എൻഡോസ്പേം ആണ്. ചോളം, ഇതിലൊക്കെ എൻഡോസ്പേം ആണ് പ്രധാനമായിട്ടും വരുന്നത്. എൻഡോസ്പേമിന്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എംബ്രിയോനെ കുറിച്ചാണ് അറിയാനുള്ളത്. എംബ്രിയോനെ കുറിച്ചുള്ളത് അടുത്ത സെക്ഷനിൽ നമുക്ക്